നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിന് എത്തിയിരിക്കുന്നത് ക്യാമ്പിൻ്റെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിലാണ്. ഏകദേശം 172ഓളം പേരാണ് ഇവിടെ ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും 3 നേരവും നല്ല രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ ക്യാമ്പിലുള്ളവരെല്ലാം. ഈ ഒരു ഇപ്പോൾ ക്യാമ്പിൻ്റെ പ്രവർത്തനം മാനന്തവാടി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ മെമ്പേഴ്സിനാണ്. അവരാണ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പിൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ മാനന്തവാടി രൂപത പ്രസിഡന്റായ ശ്രീ ജോൺസൺ സാറാണ്. സാർ നമസ്കാരം. എങ്ങനെ പോകുന്നു ക്യാമ്പിൻ്റെ കാര്യങ്ങളെല്ലാം? ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു. 172ഓളം ആളുകളാണ് ഇവിടെ ഈ ക്യാമ്പിലുള്ളത്. അപ്പോൾ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന് ഈ 2 ദിവസങ്ങളിലുള്ള ഇന്നും നാളെയും അതിൻ്റെ പാചകം. പിന്നെ നമ്മുടെ മാനന്തവാടി രൂപതയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും തന്നെ ഇതിനോട് പക്ഷം ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. KCYMകാരുണ്ട്, മിഷൻ ലീഗുകാരുണ്ട്, ജീസസ് യൂത്തുകാരുണ്ട്, മാതൃവേദിക്കാരുണ്ട്, അങ്ങനെ എല്ലാ സംഘടനകളും ഇതിനോട് പക്ഷം ചേരുന്നു. അപ്പോൾ ഇവിടെ പാചകം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇതൊക്കെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവർത്തകരാണ് ഉള്ളത്. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൊടുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 10:30 ചായയും ബിസ്ക്കറ്റും, ഉച്ചയ്ക്ക് ചോറ്, 4 മണിക്ക് ചായ, വൈകുന്നേരം അത്താഴം, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ധാരാളം നല്ല മനസ്സുകൾ, ധാരാളം സാധനങ്ങൾ ക്യാമ്പിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിൽ അധികം സാധനങ്ങളുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഭക്ഷണം കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ആവശ്യത്തിലധികം സാധനങ്ങൾ ഇപ്പോൾ ഭക്ഷണ പാചകം ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. ആവശ്യത്തിലധികം സാധനങ്ങൾ തന്നെയുണ്ട്. കുറേ നല്ല മനസ്സുകൾ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് പോകുന്നു. നിങ്ങളിപ്പോൾ എത്രത്തോളം പ്രവർത്തകർ ഇവിടെ ഉണ്ട് ഈ ഒരു കിച്ചൺ കാര്യങ്ങൾ നോക്കാനായിട്ട്? കാര്യപ്പെട്ട് ഇപ്പോൾ നമ്മളൊരു 30ഓളം പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അരിയാനും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് 30ഓളം പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു 40ഓളം യൂത്ത് നമുക്ക് പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് ഇതിൻ്റെ വിളമ്പാനും ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മാനന്തവാടി രൂപതയുടെ യുവജന പ്രസ്ഥാനവും കത്തോലിക്ക കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഈ ഉദ്യമത്തോട് സഹകരിച്ചു പോകുന്നു. കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകളുണ്ട്, ധാരാളം മതസംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്, ഹൈന്ദവ എല്ലാ സംഘടനകളും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കാര്യത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ഏറെ ഹൃദ്യമായിട്ടുള്ള അനുഭവം. അപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ദുരന്ത ബാധിതരോട് ചേർന്ന് പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം മാനന്തവാടി രൂപതയുടെ ഭാഗത്തുനിന്ന് കൗൺസിലിങ്ങിന് കഴിഞ്ഞ 2 ദിവസമായിട്ട് സിസ്റ്റേഴ്സും അതുപോലെ MSW വിദ്യാർത്ഥികളൊക്കെ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് മാനന്തവാടി രൂപതയായിരുന്നു. അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻസിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെയും ഫാത്തിമ ഹോസ്പിറ്റലിലെയും അതുപോലെ തന്നെ അസംഷൻ ഹോസ്പിറ്റലിലെയും നഴ്സിംഗ് സ്റ്റുഡൻസും നഴ്സുമാരും ഡോക്ടർമാരുടെ ഒക്കെ സേവനം ലഭ്യമായി. ഇപ്പോൾ എല്ലാം തന്നെ ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. തുടക്കത്തിലുണ്ടാകുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് രൂപതയ്ക്ക് സാധിച്ചു. ഇപ്പോൾ രൂപത ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ രൂപത ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ജോസ് പിതാവാണെങ്കിലും വളരെ കാര്യമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളോട് അന്വേഷിക്കാറുണ്ട്, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, എല്ലാം ഓക്കെ അല്ല, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടനെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രൂപത മൊത്തം ഈ ഒരു പക്ഷം നിന്ന് ചെയ്യുകയാണ്. പിന്നെ മാനന്തവാടി രൂപതയുടെ ഒരു സ്വകാര്യ ദുഃഖമെന്ന് പറയുന്നത് 7 പേര് 9 പേര് പോയി. ഞങ്ങളുടെ രൂപതയിലെ ഈ 9 പേരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ്. അപ്പോൾ ഒരു ഇടവകയിൽ അതും KCYMലും ഒക്കെ സജീവമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച മിഷൻ ലീഗിന്റെ മത്സരത്തിൽ പങ്കെടുത്ത് പോയ ആൾ തിങ്കളാഴ്ച പോയി എന്ന് പറയുമ്പോഴേക്കും അതൊരു വല്ലാത്തൊരു ദുഃഖമുണ്ട്. അതുപോലെ തന്നെ കൈപ്പിടിയിൽ നിന്ന് സ്വന്തം ഭാര്യ അങ്ങ് വഴുതി പോകുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം അത് ഞങ്ങൾക്കുണ്ട്. അതോട് ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ. പക്ഷേ ഞങ്ങളുടെ ഈ ദുഃഖം എന്ന് പറയുമ്പോഴേക്കും അത് എല്ലാം നഷ്ടപ്പെട്ടവരുടെ ദുഃഖം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം അവർ വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. എവിടെയാണ്, എങ്ങനെയാണ്, ജീവനോപാധി മുഴുവൻ നഷ്ടപ്പെട്ടവർ, ഉടുത്ത തുണി പോലും ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ചെളിയിൽ പോന്ന് ഇങ്ങനെ പോരുമ്പോൾ എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ കാണുക? അപ്പോൾ മീഡിയാസ് കാണിക്കുന്ന ഒരു ചിത്രവും നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളതിൽ പോയിരുന്നു. അപ്പോൾ കണ്ടതൊക്കെ വളരെ ഭയാനകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ഇതിന് അല്ലെങ്കിൽ ഇതിനിരയായവർക്ക് അതിജീവനത്തിൻ്റെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്പർശവുമായിട്ട് മാനന്തവാടി രൂപത ഉണ്ടാകും. അതുപോലെ തന്നെ മാനന്തവാടി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകും. കൂടാതെ ഗ്ലോബൽ സമിതി, ഇപ്പോൾ ഗ്ലോബൽ സമിതിയിലെ നേതാക്കന്മാരെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഗ്ലോബൽ സമിതി മീറ്റിംഗ് കൂടി ഞങ്ങളൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ UK നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും UAE നിന്നും
അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കത്തോലിക്ക കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്ക് പ്രാർത്ഥന കൊണ്ടും ഒപ്പം സാമ്പത്തികമായിട്ടും സഹായം ചെയ്യാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു രണ്ടാം ഘട്ടം, അതായത് പുനരധിവാസം എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇവർക്ക് ഭക്ഷണം, വസ്ത്രം, മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി ഉള്ള ഒരു കൗൺസിലിംഗ്, മെഡിക്കൽ എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് രൂപത ശ്രദ്ധിക്കുന്നത്. രൂപത എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ രൂപത മാത്രമല്ല, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മതസംഘടനകളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളൊക്കെ ഒന്നു ചേർന്ന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇപ്പം ഞങ്ങളിവിടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? അപ്പം അവിടെ പിന്നെ KCY എന്നോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്നോ പിന്നെ യുവമോർച്ച എന്നോ അല്ലെങ്കിൽ DYFI എന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. അത് അങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തം എന്നൊരു ദുഃഖം നിൽക്കുന്നുണ്ടെങ്കിലും കേരളം മുഴുവൻ ഒരു കൂട്ടായ്മയിൽ ഒരു കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം മറന്ന് കാഴ്ച. അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ്. എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ ഫസ്റ്റ് ഡേ ആ ഒരു ദുരന്തമുണ്ടായ സമയം മുതൽ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ ആ ദുരന്തമുഖത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തന ക്യാമ്പുകളിലും ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് നിറഞ്ഞിരിക്കുന്നു. ഏറെ അഭിമാനം തോന്നുന്നു. എന്താണ് ചേച്ചി പറയാൻ? ഭയങ്കര വേദനാജനകമാണ് ഞങ്ങൾക്ക്. ഇപ്പം ഒത്തിരി കുട്ടികൾ നഷ്ടം വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് മുലപ്പാൽ കിട്ടാത്തൊരവസ്ഥ ഒരു കുടുംബം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ദുഃഖമാണ് എടുത്തുകൊണ്ട് വരുന്ന ആ രംഗമൊക്കെ. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും കത്തോലിക്ക കോൺഗ്രസ്, വിൻസെൻ്റ് പോള്, KCYM, അങ്ങനെ വിവിധ കത്തോലിക്ക സഭയുടെ സംഘടനകൾ സജീവമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ പുനരധിവാസമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ കഴിയുന്ന പോലെ ഞങ്ങൾ സഹായം ചെയ്യും. ഞങ്ങളുടെ പിതാവിൻ്റെ ആഹ്വാനം അനുസരിച്ച് വേണ്ടുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഒത്തിരി അമ്മമാരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പം ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ആയിരുന്നെങ്കിലത്തെ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഉറ്റവർ പോയി ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ ഒക്കെ നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിന്റെ ദുഃഖവുമെല്ലാം കേരളം മുഴുവൻ കണ്ടതാണ്. ഇന്ന് ഈ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരായി നിൽക്കുന്നവർക്കും ആ ഒരു വേദനയുമാണ്. ഇവിടെ പ്രവർത്തനങ്ങളെല്ലാം മുഴുകുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ ആ ഒരു വേദനയും അവർ കണ്ട കാഴ്ചകളുടെയൊക്കെ ദുഃഖമാണ് ഉള്ളിൽ പേറിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ദുരന്തമുഖത്ത് ആശ്വാസമേകാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ സംഘടനകളും, എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഈ ഒരു രീതിയിലാണ് ഈ ഒരു ദുരന്തമുഖത്ത് ആയിരിക്കുന്നത്.